ഈ ലോകത്ത് എന്തോരം പക്ഷികളാണുള്ളത്. കാക്കകൾ, എണ്ണിയാലൊടുങ്ങാത്ത പക്ഷിജാലങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള പക്ഷികളെയൊക്കെ. ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളെക്കാളേറെ പക്ഷികളുള്ള ഈ നാട്ടിൽ നമ്മൾ എത്ര പക്ഷികളുടെ ശവശരീരങ്ങൾ കാണാറുണ്ട്? മരണത്തിന്റെ സംഖ്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും ഓരോ സെക്കൻഡിലും ഓരോ പക്ഷികൾ മരിച്ചു വീഴേണ്ടതാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ പക്ഷികളുടെ ശവശരീരം കാണേണ്ടതാണ്. നമ്മൾ വല്ല കാലത്തെങ്ങാനും ഒരു കറണ്ട് കമ്പിയിൽ തട്ടി ഒരു കാക്കയോ അങ്ങനെയുള്ള ചെറിയ ഒരു മരണങ്ങൾ കണ്ടാലായി, അതുതന്നെ വളരെ വിരളമാണ്. പിന്നെ എവിടെയാണ് ഈ പക്ഷികളുടെ ശവശരീരങ്ങൾ പോകുന്നത്? ഒരു വലിയ തത്വം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ലോകത്തുള്ള എല്ലാ പക്ഷികളും അവരുടെ ആയുസ് കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ അവർ സ്വയം ഒരു മറയിലേക്ക് ഒതുങ്ങും. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഡിഫൻസിന്റെ കുറവ് മൂലം ഒന്നുകിൽ മറ്റുള്ള ജീവികൾക്ക് ആഹാരമായി തീരും, അതല്ലെങ്കിൽ മണ്ണോട് പ്രകൃതി തന്നെ അതിന് ലയിച്ചു ചേർക്കും. നമ്മൾ അറിയുക പോലുമില്ല. പലപ്പോഴും ഏതെങ്കിലും പൊന്തക്കാടുകളിലോ മനുഷ്യവാസമോ മറ്റു ജീവികളുടെ വാസമോ ഉള്ള സ്ഥലങ്ങളിലേക്ക് ആ പക്ഷികൾ സ്വയം ഒതുങ്ങിക്കൂടും. അവിടെ അവർ തീരും. ലോകത്തുള്ള എല്ലാ പക്ഷികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ആരും അറിയാതെ അവർ തീരും. അനന്തവിഹായസിൽ പറന്നു നടന്നവരാണ് ഈ പക്ഷികൾ. പൊതുവിടങ്ങളിലൊക്കെ എവിടെയും പറന്നു നടക്കുവാൻ ഭാഗ്യമുള്ളവർ. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ജീവിതം അവസാനിക്കാറായെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ സ്വയം ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷികളെപ്പോലെ തന്നെ നമുക്കിടയിലുമുണ്ട് ചില വ്യക്തികൾ, പൊതുജീവിതത്തിൽ ഇങ്ങനെ പറന്നു നടന്നവർ. ഒരു ദിവസം അവരെ നമ്മൾ കാണാതാവും. അവർ ചിലപ്പോൾ സെലിബ്രിറ്റീസുകളാകാം, രാഷ്ട്രീയക്കാരാകാം, പൊതുപ്രവർത്തകരാകാം, നമ്മുടെ അടുത്ത കൂട്ടുകാരാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആകാം. അവരെ പിന്നെ നമ്മൾ കാണുന്നില്ല, അവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറില്ല. ജീവിതം തനിക്ക് അർഹതപ്പെട്ടതൊന്നും നൽകിയില്ല എന്ന തിരിച്ചറിവ് പലപ്പോഴും ഇവരെ നിരാശരാക്കും. പതുക്കെ പൊതു ജീവിതത്തിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്ന് ഇവരെ അപ്രത്യക്ഷരാകും. അവരുടെ മാത്രമായ ഒരു വാൽമീകത്തിലേക്ക് അവർ ഒതുങ്ങും. നമ്മൾ ഇവരെ മറന്നു തുടങ്ങും. നമുക്കറിയാവുന്ന എത്രയോ സിനിമാ താരങ്ങൾ, എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, എത്രയോ പൊതുപ്രവർത്തകർ, നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെ മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് സത്യം. വല്ലപ്പോഴെങ്കിലും ഓർത്തെങ്കിൽ കൂടിയും എവിടെയോ ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് എത്തും. നമ്മളെ ഒരുപാട് രസിപ്പിച്ചവർ, നമ്മളെ ചിരിപ്പിച്ചവർ, നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടവർ, നമ്മളെ ഒരുപാട് സഹായിച്ചവർ ഇങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീണ് മൗനത്തിന്റെ വാൽമീകത്തിലേക്ക്, വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടിയവരുണ്ട്. അവരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അയാൾ പണ്ട് നിങ്ങളുടെ ആരോഗ്യം ആയിരുന്നു, നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, പറന്നു കിടന്ന ആളായിരുന്നു, എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിന്ന ആളായിരുന്നു. പക്ഷേ അയാൾ ഇപ്പോൾ പൊതു ഇടത്തിലില്ല. അയാൾ എവിടെയുണ്ട്? ഒന്നുകിൽ വീട്ടിലായിരിക്കാം, അസുഖബാധിതനായിരിക്കാം, കിടപ്പിലായിരിക്കാം. നമുക്ക് അയാളെ കുറിച്ച് അന്വേഷിക്കാനുള്ള സമയമില്ല. കാരണം നമ്മൾ പറന്നു കിടക്കുകയാണ് ഒരു പക്ഷിയെ പോലെ. ഈ മനുഷ്യരും നേരത്തെ പറഞ്ഞ പക്ഷിയെ പോലെയാണ്. കാരണം ആ പക്ഷിയുടെ ആയുസ് എത്താറായിരിക്കുന്നു. ആ പക്ഷി പതുക്കെ ഒരു വാൽമീകത്തിലേക്ക് ഒതുങ്ങുകയാണ്. ഇനി അവിടെയാണ് എൻ്റെ ജീവിതം. പക്ഷികളുടെ കാര്യത്തിൽ ഏതെങ്കിലും ജീവികൾ വന്ന് അതിനെ കൊന്നു നിന്നോളൂ. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. വലിയ വലിയ അസുഖങ്ങളാണ് കാർന്നു നിന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത്. ആ അസുഖത്തിന്റെ വേദനയിൽ മറ്റാരുടെയും ഒരു സഹായമില്ലാതെ, സംസാരിക്കാൻ ആളില്ലാതെ അവിടെ കിടന്നവർ തീരും. ലോകത്തെ ഏറ്റവും തീവ്രമായ മരണം അതാണ്. ഒന്ന് സംസാരിക്കുവാൻ ആളില്ലാതെ, കേൾക്കുവാൻ ആളില്ലാതെ, ഒരു ചെറിയ സാന്ത്വന വാക്കുപോലും കിട്ടാതെ മരിച്ചു പോകുന്ന എത്രയോ ജന്മങ്ങൾ നമുക്കിടയിലുണ്ട്. ഇതൊരു പുതിയ തിരിച്ചറിവാവട്ടെ. പക്ഷികളെപ്പോലെ അങ്ങനെ ഒതുങ്ങിപ്പോകരുത്, നമുക്ക് കണ്ടെത്താം. അവർക്കൊരു നല്ല വാക്ക് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും അയാളെ വിളിക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ആ വ്യക്തി കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു വലിയ ഗുണമുണ്ട്. ഒരു മനസ്സിനൊരു സന്തോഷം, ആശ്വാസം. അയാൾക്ക് കിട്ടുന്നത് ഒരു വലിയ കോടി ജന്മ പുണ്യമാണ്. അവനെന്നെ ഓർത്തല്ലോ, അവനെന്നെ വിളിച്ചല്ലോ എന്നുള്ള ചിന്ത. ഇന്നു മുതൽ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ പക്ഷികളെ കണ്ടെത്താം, അവരിലേക്ക് ഓടിയെത്താം, ഒരു സാന്ത്വന വാക്ക് നൽകാം. കാരണം നാം നാളെ അത്തരത്തിൽ ഒരു പക്ഷിയാകേണ്ട ആളാണ്.